മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറ, ദൈവഭയമില്ലാത്ത ഒരു തലമുറ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത ഒരു തലമുറ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിങ്കൽ ദൈവം നമുക്കോരോരുത്തർക്കും നൽകിയ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ കൃപയിൽ വളരാൻ, ദൈവത്തോട് കൂടെ നടക്കാൻ നമുക്കെന്ത് ചെയ്യുവാൻ കഴിയും? നോഹ ദൈവത്തോട് കൂടെ നടന്നു. നോഹയുടെ മക്കൾ ദൈവത്തോട് കൂടെ നടന്നു. മനുഷ്യൻ്റെ ദുഷ്ടത പെരുകിയ കാലഘട്ടം, വഷളത്വം പ്രബലപ്പെട്ട കാലഘട്ടം, അവർ ദൈവത്തോട് കൂടെ നടന്നു. നമ്മുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ നിന്നും ദൈവം നമുക്ക് നൽകുന്നൊരു സന്ദേശമുണ്ട്. ദൈവത്തോടടുത്തിരിക്കുന്ന നല്ലത്. ദൈവത്തോടകന്നിരിക്കുന്നവർ നശിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവനാണ്. നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്. നമുക്ക് നിത്യജീവൻ നൽകുവാൻ തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറിയിൽ നാം മരിക്കേണ്ടതിന് പകരം ഏൽപ്പിച്ചു കൊടുത്ത ദൈവമാണ്. ദൈവം സ്നേഹമാണ്. എന്നാൽ പിശാച് അറുക്കുവാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്നവനാണ്. അവൻ നമ്മുടെ നന്മകളെ കവർന്നെടുക്കുന്നവനാണ്. യേശു നിത്യജീവൻ നൽകാൻ വരുമ്പോൾ പിശാച് വന്നത് ആ ജീവൻ കവർന്നെടുക്കാനാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെ ഈ തലമുറയിൽ ദൈവം നമുക്ക് നൽകിയ കുഞ്ഞുങ്ങൾ കൃപയിൽ നിൽക്കും? മോശയുടെ ജീവിതത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ, മോശയുടെ മാതാപിതാക്കളിൽ നിന്നും പകർന്നു നൽകിയ വെളിച്ചം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, അത് വളരെ ബാല്യത്തിൽ തന്നെ മോശയുടെ അകത്ത് ഒരു വിത്തായി വീണപ്പോൾ, കാലങ്ങൾ കഴിഞ്ഞ് കൊട്ടാരത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളുടെ ഇടയിലും മോശ ജീവിക്കുമ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോടൊരു കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുക്കുവാൻ മോശയ്ക്ക് കഴിഞ്ഞു. ദൈവത്തോട് കൂടെ നടക്കുവാൻ മോശയ്ക്ക് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളുടെ മേൽ നിങ്ങൾ വചനം വിതച്ചാൽ കാലങ്ങൾ കഴിയുമ്പോൾ വചനത്തിനാണോ ശക്തി, ലോകമോഹങ്ങൾക്കാണോ ശക്തി എന്ന് നിങ്ങൾ കാണും. ദൈവത്തിൻ്റെ വചനം പ്രവൃത്തി തികയ്ക്കുന്ന വചനമാണ്, കാര്യം സാധിപ്പിക്കുന്ന വചനമാണ്. നിങ്ങൾ ഇന്ന് പകൽ കുഞ്ഞുങ്ങളുടെ മേൽ വചനം നിറയ്ക്കുക. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലേക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കുഞ്ഞുങ്ങളെ വലിച്ചെടുപ്പിക്കുക. ജീവൻ്റെ മൊഴികൾ നിങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുക. അവരെ പഠിപ്പിക്കുക. പത്യോപദേശത്തിലും ബാലശിക്ഷയിൽ അവരെ വളർത്തുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. വചനം വിതയ്ക്കുക. അപ്പോൾ തന്നെ ദൈവം നമുക്ക് നൽകി തന്ന മക്കൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തോളം ശക്തിയുള്ള, സ്വാധീനിക്കുവാൻ കഴിവുള്ള മറ്റൊന്നും ഈ ഭൂമിയിലില്ല. നിങ്ങളുടെ തലമുറകളെ ദൈവം സൂക്ഷിക്കും. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അവർ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കും. അവർ ലോകത്തിൻ്റെ വെളിച്ചമാകും. ഇന്ന് പകൽ രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുവാനൊരു കാലമുണ്ട്. അത് കൊയ്തെടുക്കുവാനും ഒരു കാലമുണ്ട്. നിങ്ങൾ വിതയ്ക്കുന്നത് വൃഥാവാകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നോഹയുടെ കാലത്തെന്നതുപോലെയുള്ള ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടമെങ്കിലും നോഹ ദൈവത്തോടു കൂടെ നടന്നതുപോലെ
നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്ക് നടക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം അതിനായി നമ്മെ പ്രാപ്തരാക്കും. ദൈവശബ്ദത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.